ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം 2020 പഞ്ചായത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. നിങ്ങൾക്ക് വളരെ കംഫർട്ടായ രീതിയിൽ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ്. കാരണം ഈ വീടിന് 4 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. 1900 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലാൻഡ് അളവിൽ തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. പ്രൈസ് ആണെങ്കിലും ഇതിന് വളരെ മാച്ച് ആയ ഒരു പ്രൈസ് ആണ്. ഒരുപാട് ഹൈ ഒന്നും അല്ല. നിങ്ങളുടെ പോക്കറ്റിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈസിലുമാണ് ഈ വീട് നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. വീഡിയോ ഫുൾ ആയിട്ട് കണ്ടെങ്കിൽ മാത്രമാണ് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഭംഗിയുള്ള വീട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ 2020 കിഴക്കമ്പലം പഞ്ചായത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. 2020യെ പറ്റി നമ്മുടെ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. നമുക്ക് ഇവിടെ താമസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു പ്രിവിലേജ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നല്ല സാധനങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞ റേറ്റിൽ വാങ്ങിക്കാൻ പറ്റും. ഈ ഭാഗത്തൂടെ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഇനിയും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് 2020. ഒരുപാട് ആളുകളാണ് 2020 ഒരു വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്ര മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് 2020 പഞ്ചായത്തിന്റെ അണ്ടറിൽ വരുന്നത്. നമുക്കിനി അറിയേണ്ടത് ഇവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള ദൂരം കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നും ബസ് റൂട്ട് എവിടെയാണ്, തൊട്ടടുത്താണോ, എത്ര ദൂരം പോകണം, ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് വെറും 200 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടിലേക്ക് എത്താം. അപ്പൊ ഇവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ദൂരം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് കാക്കനാട് കളക്ടറേറ്റിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 12 കിലോമീറ്റേഴ്സ് ആണ് ദൂരം വരുന്നത്. അതേപോലെ ഇടപ്പള്ളി ലുലുമാളിന്റെ ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ 15 കിലോമീറ്റേഴ്സ് 15 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 20 കിലോമീറ്റേഴ്സ് ആണ് ദൂരം വരുന്നത്. 20 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന ഒരു വില്ലയാണ്. ഇത് ഏകദേശം ഒരു 24 വില്ലകളോളം വരുന്ന ഒരു വില്ല ഗ്രൂപ്പിലുള്ള ഒരു വില്ലയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഏകദേശം 24ഓളം പ്ലോട്ടുകളാണ് ഇവിടെ പ്ലോട്ട് വൈസ് തിരിച്ചിട്ടിരുന്നത്. അതെല്ലാം ഓരോരുത്തർ പർച്ചേസ് ചെയ്ത് വീടുകൾ വെച്ചു. പല വീടുകളിലും ആളുകൾ താമസമായതാണ്. അപ്പൊ ഏകദേശം ഒരു അറൌണ്ട് 24ഓളം വില്ലകളാണ് ഈ കാണുന്ന പ്രൊജക്ടിനകത്ത് വരുന്നത്. പലതും ചിലത് അണ്ടർ കൺസ്ട്രക്ഷനിലാണ്, ചിലതിനകത്ത് ആളുകൾ താമസമായി, അങ്ങനെയൊക്കെയുള്ളൊരു കണ്ടീഷനിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്മളിന്ന് പരിചയപ്പെടുന്ന വില്ല ഈ കാണുന്നതാണ്. മെയിൻ റോഡ് കഴിഞ്ഞാൽ നമ്മൾ 200 മീറ്റർ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഈ പരിചയപ്പെടുന്ന വില്ലകളിലേക്കുള്ള റോഡ് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റിനും കാണാം ഈ വീടിന്റെ സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും ഓപ്പോസിറ്റ് ഒക്കെ ആയിട്ട് നിറയെ വില്ലകളുള്ള ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ വില്ലയോട് കൂടി തന്നെ തൊട്ടടുത്ത് മറ്റൊരു വില്ല കൂടി പണി പൂർത്തിയായിട്ട് വരുന്നുണ്ട്. അതിനും ഇതേ സ്ഥലവും ഇതേ പ്രൈസും ഇതേ സ്ക്വയർ ഫീറ്റിലും ഒക്കെ തന്നെയാണ് ആ ഒരു വീട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് ജസ്റ്റ് ഒരു പെയിന്റിംഗ് വർക്കുകൾ അങ്ങനെയുള്ളത് മാത്രമാണ് ഇനി കംപ്ലീറ്റ് ആവാനായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഫുൾ ആയിട്ട് എല്ലാ വർക്കും കഴിഞ്ഞ് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത് ഈ കാണുന്ന ഒരു വീടാണ്. നമുക്ക് ഇതിന്റെ ഒരു മതിലിൽ നിന്നൊക്കെ തന്നെ ആദ്യം തുടങ്ങാം. നല്ല ഭംഗിയുള്ള ടെക്സ്റ്റർ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് മതില് ഇവിടെ ഭംഗിയാക്കിയിരിക്കുന്നത്. മതിലിലെ ടെക്സ്റ്റർ വർക്ക് കാണുന്ന പോർഷനിലൊക്കെ 2 ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ മതിലിന്റെ മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ടാണെങ്കിലും ഭംഗിയുള്ള 2 ഷോ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്.
ഗേറ്റ് വന്നിട്ടാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അങ്ങ് സ്ലൈഡ് ചെയ്ത് നീക്കി വെച്ചേക്കുവാണ്. ഗേറ്റിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഈ ഒരു സൈഡിലുള്ള ഗേറ്റ് നോക്കിയാൽ കാണാം. ഇതേ ലേസർ കട്ട് ഡിസൈൻ ഒക്കെ തന്നെയാണ് ആ കാണുന്ന സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷനും വരുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ തുറന്ന് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നമുക്ക് വീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള എലിവേഷനിൽ തന്നെയാണ് വീട് അവർ ചെയ്തിരിക്കുന്നത്. വീടിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ രണ്ട് സൈഡിലായിട്ട് കുറച്ച് ടെക്സ്ചർ വർക്കുകൾ വരുന്നുള്ള നല്ല മെയിൻ സ്റ്റാൻഡേർഡ് കളറായ വൈറ്റ് ആണ് മെയിൻ ആയിട്ട് അവർ വീടിന് ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ വീടിന്റെ ഫ്രണ്ട് എലിവേഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ അകത്തോട്ട് വരാം. അകത്തോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം വളരെ വിശാലമായ ഒരു ഏരിയയാണ് ഇവിടെ കാർ പാർക്കിങ്ങിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഏരിയ മുഴുവനായിട്ട് തന്നെ അവർ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെയാണ് വിരിച്ചിരിക്കുന്നത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് മെയിൻ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് വരുന്നത്. ഈ വീട്ടിൽ ടോട്ടൽ നമുക്ക് 2 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അത് കൂടാതെ 2 വീലറുകളൊക്കെ വെക്കാനായിട്ട് നമുക്ക് ഒരുപാട് സ്പേസ് വേറെയും കിടക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ 2 കാർ പോർഷന്റെ 2 മെയിൻ പില്ലറുകൾ വന്നിട്ട് നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീടിനകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു വലിയ കിണർ കാണാം. ആക്ച്വലി ഇത് ഈ ഒരു ഹാഫ് റൗണ്ട് ഫുൾ ആക്കിയാൽ എത്രയും ഉണ്ടാവും അത്രയും വലിയൊരു കിണറാണ്. നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് ഒരു ഹാഫ് പോർഷൻ അവർ താഴെ കവർ ചെയ്തൊന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കിണർ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ഭംഗിയുള്ള ടെക്സ്ചർ വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് എടുത്തു പറയാറുണ്ട്, ഈ സമയം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ചൂടുള്ള സമയമാണ്. എല്ലായിടത്തും വെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ്. നമുക്കൊരു വീട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആപ്റ്റ് ആയ ടൈമാണ്. ബിക്കോസ് ആ വീട്ടിലെ കിണറിൽ എത്ര വെള്ളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ നമ്മൾ ഈ കിണർ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വെള്ളം ഇതിനകത്ത് നിറഞ്ഞു കിടക്കുന്നുണ്ട്. നോക്കുമ്പോൾ തന്നെ ഒരു 4-5 റിങ്ങിന്റെ താഴെ വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം സമൃദ്ധിയായിട്ട് കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകിച്ച് കിഴക്കൻ ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കാക്കനാട് കഴിഞ്ഞ കാക്കനാട്, പൂക്കാട്ടുപടി, തേവയ്ക്കല്, കിഴക്കമ്പലം വരുന്ന ഭാഗങ്ങളൊക്കെ കിഴക്കൻ ഭാഗങ്ങളിൽ നല്ല വെട്ടുകല്ലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വെള്ളമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഒരു വീട് വെക്കുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ യാതൊരു ദൗർലഭ്യവും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നമുക്ക് കിണറാണ് വാട്ടറിനുള്ള സോഴ്സ്. അത് കൂടാതെ നമുക്ക് KWയുടെ വാട്ടറിനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് ഇവിടെ ഉള്ളത്. ഇതിനകത്തൂടെ കടന്നു പോകുന്ന മതിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല ഡിസൈൻ ആയിട്ടൊക്കെയാണ് മതിലും ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കിണർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ വീടിന്റെ റൈറ്റ് സൈഡാണ്. ഇത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാം ചെറിയ രീതിയിലുള്ള മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ബേബി മെറ്റൽ വിരിച്ചിട്ടാണ് അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ വീടിന്റെ സൈഡിലൂടെ അത്യാവശ്യം 2-3 പേർക്കൊക്കെ കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് അവർ ഈ വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മുടെ ബാക്ക് സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്തൊക്കെ ആയിട്ട് മറ്റുള്ള വില്ലകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നൈബേഴ്സ് തൊട്ടടുത്തായിട്ട് നമുക്കുള്ള ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു ഏരിയയാണ് നമുക്ക് താമസിക്കാനായിട്ട് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് എപ്പോഴും നമുക്ക് നൈബേഴ്സ് ആണ് എല്ലാ ഹെൽപ്പിനും ഉള്ളത്. അപ്പൊ അങ്ങനെ നിറയെ നൈബേഴ്സ് ഉള്ള ഏരിയ വേണം നമ്മൾ എപ്പോഴും താമസിക്കാനായിട്ട് തിരഞ്ഞെടുക്കാൻ. നമ്മൾ ഈ വീടിന്റെ സൈഡിലൂടെ പോയിട്ട് റൈറ്റ് സൈഡിലൂടെ പോയിട്ട് ബാക്ക് സൈഡ് കവർ ചെയ്ത് ലെഫ്റ്റ് സൈഡിലാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഈ ഭാഗമാണ് ഇവിടുത്തെ കിച്ചന്റെ സൈഡ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് കിച്ചന്റെ ഡോറാണ്. നമുക്കൊരു വർക്ക് ഏരിയ ഫ്യൂച്ചറിൽ ചെയ്യണമെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് വർക്ക് ഏരിയ കെട്ടിയെടുക്കാവുന്നതാണ്. വർക്ക് ഏരിയക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഓണറോട് സംസാരിച്ച് അതുകൂടി ചെയ്തു തരുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. നമ്മൾ ഈ വീടിനെ റൗണ്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് ഈ വീടിന്റെ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കാർ പോർച്ചിന് മുകളിലേക്കൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് LED ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇതിന്റെ കാർ പോർച്ചിന്റെ ഏരിയ ഒക്കെ അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. അതുകൂടാതെ വീട് കംപ്ലീറ്റ് ആയിട്ടാണെങ്കിലും നിറയെ LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഗ്രാനൈറ്റ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഒരു 2-3 ചെയർ ഇടാനുള്ള സ്പേസ് ആണ് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നത്. ഇതിന്റെ മുകളിലൂടെ ഒക്കെ നോക്കിയാൽ കാണാം ചെറിയ ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ഡിസൈനോട് കൂടിയിട്ട് ഒറ്റപ്പാളിയിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈസ്റ്റ് ആണ് ഈ വീട് ഫേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്.
ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത് 1900 സ്ക്വയർ ഫീറ്റിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് നിൽക്കുമ്പോൾ ലാവിഷ് ആയിട്ടുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് TV യൂണിറ്റിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലായിട്ടാണ് അവർ ചെറിയ രീതിയിലുള്ള കബോർഡ് ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഈ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് സ്പീക്കർ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിലുള്ള ബോക്സുകൾ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഈ വീടിനകത്തേക്ക് കയറുമ്പോൾ തുടങ്ങി നിങ്ങൾ ഇതിന്റെ റൂഫിലേക്കുള്ള വർക്കുകളൊക്കെ ഒന്ന് കണ്ടോളൂ. വളരെ ഭംഗിയായിട്ടും എന്നാൽ ഒട്ടും ഓവർ അല്ലാതെ നല്ല ഡിം ആയിട്ടുള്ള ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട്, കളർഫുൾ ലൈറ്റുകളാണെങ്കിൽ പോലും നമുക്ക് ഒട്ടും വൃത്തികേട് തോന്നാത്ത വളരെ ഭംഗിയായിട്ടാണ് ഇതിന്റെ റൂഫിലുള്ള വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും ഇതിന്റെ റൂഫിലേക്ക് നോക്കിയാൽ വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നും. അതുപോലുള്ള ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കയറുമ്പോൾ തുടങ്ങി ഈ ഒരു എൻഡ് വരെയാണ് ഇതിന്റെ ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഇതിന്റെ ഈ ഒരു ലിവിംഗ് സ്പേസിലും ഡൈനിങ്ങിലും ഒക്കെ ആയിട്ട് അവർ 2 ഫാൻ കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ലിവിംഗ് സ്പേസ് നിങ്ങൾ കണ്ടു. നമുക്ക് കയറി വരുമ്പോൾ ഒരു വലിയ ഏരിയ ഉണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിലേക്ക് ഒരു സെപ്പറേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ബിക്കോസ് നമുക്ക് ഇവിടെ വോളുകളെല്ലാം കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡൈനിങ്ങിലേക്കുള്ള സെപ്പറേഷനായി. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഓപ്പൺ സ്പേസ് ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഡൈനിങ്ങിനുള്ള സ്പേസ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു 4-5 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാവുന്ന ഒരു വലിയ ടേബിൾ ഇടാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4-5 എന്നുള്ളതല്ല, ഇത് നമുക്ക് ലിവിംഗ് കം ഡൈനിങ് ആയിട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് എത്ര പേരെ വേണമെങ്കിലും ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. നമുക്കൊരു വലിയ ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഇവിടം വരെ ഡൈനിങ് ടേബിൾ വരും. അങ്ങനെ നോക്കിയാൽ ഒരു 7-8 പേരെ വരെ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഈ ഒരു ഭാഗം വരെ നമ്മുടെ ഡൈനിങ് സ്പേസ് വരെ മുകളിൽ ഇതുപോലെ ഭംഗിയുള്ള റൂഫിംഗ് ചെയ്തിട്ട് വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ വീടിന്റെ ടോപ്പ് എൻഡാണ് വിസിബിൾ ആയിട്ടുള്ളത്. ഇവിടെ നിന്നിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൈനിങ് ഹാളിൽ നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ വാഷ് ബേസിനാണ്. വാഷ് ബേസിനിൽ എങ്ങോട്ടൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഈ കാണുന്ന മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതുപോലെ അവർ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ സ്റ്റെപ്പിന്റെ താഴെയുള്ള ഈ ഭാഗത്ത് അവർ 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലിവിംഗ് സ്പേസിലുള്ള വിൻഡോ ഞാൻ കാണിക്കാൻ മറന്നുപോയി. നമ്മൾ ലിവിംഗ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ആ ഡോറ് തുറന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് വലിയ 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ TV യൂണിറ്റിന്റെ ഈ ഒരു ഭാഗത്തും 2 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു വലിയ ഹാൾ ആയതുകൊണ്ട് തന്നെ ഇവിടെയും അതുകൂടാതെ ഡൈനിങ്ങിന്റെ ഭാഗത്തും ഒക്കെ ആയിട്ടാണ് നമുക്ക് വിൻഡോസ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അവർ ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. സെറയുടെയാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. അതിന് താഴെയാണെങ്കിലും കബോർഡ് ഫെസിലിറ്റികളൊക്കെ കൊടുത്ത് ഇവിടെ ഒരു ഭംഗിയുള്ള മിററുമാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ ടോട്ടൽ 4 ബെഡ്റൂമുകളാണ് ഉള്ളത്. ബെഡ്റൂമിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഡൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്ത് വരുന്നത് ഇവിടുത്തെ കിച്ചൺ ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ കണ്ടിട്ട് പോകാം. കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ കിച്ചൺ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ എൻട്രൻസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ടുള്ള വുഡൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഫ്ലോറിന് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഗ്രിപ്പോട് കൂടിയ ഒരു വുഡൻ പോലെ തോന്നിക്കുന്ന ഒരു ടൈലാണ് കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് മാച്ച് ആയിട്ടുള്ള സെയിം ക്യാബിനറ്റ്സ് ആണ് കിച്ചണിന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡൻ കളറിലുള്ള ഒരു ക്യാബിനറ്റ്സുകൾ തന്നെയാണ് കിച്ചണകത്ത് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ എല്ലാം മെയിൻ ആയിട്ട് ഒരു വൈറ്റ് കളറാണ് സറൗണ്ടിങ് ഏരിയ വരുന്നത്. ഈ ഒരു സ്ലാബ് ഒക്കെ വന്നിട്ടാണെങ്കിലും ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് കബോർഡ് ഫെസിലിറ്റികളാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. കിച്ചന്റെ റൂഫിൽ പോലും അവർ വെറുതെ വിട്ടിട്ടില്ല. നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടാണ് റൂഫ് അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ കാണുന്ന ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സ്പേസ് നിങ്ങൾ ആദ്യം കണ്ടതാണ്. നമുക്ക് ഇവിടെയാണ് നമ്മുടെ വർക്ക് ഏരിയ ചെയ്യാൻ പറ്റുന്നത്. തൽക്കാലത്തേക്ക് ചെയ്തിട്ടില്ല. ബേബി മെറ്റലൊക്കെ വിരിച്ചിട്ട് ഫ്ലോർ അവരങ്ങനെ ഇട്ടിരിക്കുകയാണ്. നമുക്ക് വർക്ക് ഏരിയ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബിൽഡറുമായിട്ട് സംസാരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ ആ ഒരു കിച്ചണിൽ നിന്ന് നേരെ തിരിച്ചു വന്നിരിക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ബെഡ്റൂമാണ്. ഞാൻ ഈ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ ആസ് യൂഷ്വൽ നിങ്ങൾ കാണുന്ന ആ ഒരു സെയിം മോഡലൊക്കെ തന്നെയാണ്.
ഈ ഒരു റൂമിലേക്ക് വരുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവര് വാർഡ്രോബ് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യാതെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ റൂമിന് സ്പേസ് കിട്ടുന്നുണ്ട്. ഇതുപോലെ അകത്തേക്ക് തള്ളി വാർഡ്രോബ് പണിത് കഴിഞ്ഞാൽ നമുക്കുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ അത്രയും സ്പേസ് നമുക്കിവിടെ കിട്ടും. നമ്മുടെ ഈ ഒരു വോളിന്റെ സെയിം ആ ഒരു ഇതിൽ തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് 3 ജനലുകൾ വരുന്നുണ്ട്. ഇവിടെയും 3 ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ വീടിന്റെ ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം വൈറ്റ് കളറിലുള്ള വെട്രിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ചെറിയൊരു ഡിസൈൻ ബ്ലൂ ഷെയ്ഡ് കൂടെ വരുന്നുണ്ട്. ഇതിന്റെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലുള്ള ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഓവർ ആക്കാതെ ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും അത് നല്ല ഭംഗിയിലും കളർഫുള്ളും ആയിട്ടാണ് റൂഫിൽ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിന്റെ ഒരു ഡോറിന്റെ പാറ്റേൺ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടൈല് ഫ്ലോറിലെല്ലാം ഒരു വുഡൻ ബേസ് ആയിട്ടുള്ള ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിലൊക്കെ ഒരു ലൈറ്റ് ടീ കളറുള്ള ഒരു ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫിറ്റിംഗ്സ് എല്ലാം ടോയ്ലറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ വരുമ്പോൾ നമുക്ക് അതിനെ ഫേസ് ആയിട്ടുള്ളത് ഇവിടുത്തെ അടുത്ത ബെഡ്റൂമാണ്. അപ്പോൾ ഈ താഴത്തെ ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ ഒരു ബെഡ്റൂമും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. ഇതിന്റെ ഒരു വാർഡ്രോബ് ആണെന്നുണ്ടെങ്കിലും അവർ അകത്തേക്ക് തള്ളി ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ധാരാളം സ്പേസ് ആണ് ഈ ഒരു റൂമിലും കിട്ടുന്നത്. ഇവിടുത്തെ റൂഫിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ അവർ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഒരു പടി താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ കാണാം വെള്ളം പുറത്തേക്ക് വരാത്ത രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ബ്രൗൺ ആൻഡ് ഫ്ലോറൽ ഡിസൈനുള്ള ടൈലാണ് വോളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ വന്നിട്ടാണെങ്കിൽ ആ ഒരു സെയിം വുഡൻ ടൈലും ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ട ശേഷം നമുക്കിനി മുകളിലേക്കുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റെപ്പ് നോക്കിയാൽ കാണാം എല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ കടന്നു പോകുന്ന വഴിയിൽ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് അവർ ഇതുപോലെ ഇതുപോലുള്ള ബാറുകൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ ബാറുകൾ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇടയ്ക്കൊക്കെ ടഫിന്റെ ഗ്ലാസുകൾ ഇട്ടിട്ടാണ് സേഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ മുകളിലത്തെ നിലയിലാണ്. ഇവിടെ കാണുന്നത് ഒരു വലിയ ഏരിയ, ഒരു വലിയ ഹാളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ സ്ട്രെച്ചിലല്ലാതെ ഹാള് ഈ ഒരു ഭാഗത്തേക്കും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ അങ്ങനെ നല്ല പരന്നിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് അവർ 3 വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തും 3 വിൻഡോസ് ഉണ്ട്, ഈ ഭാഗത്തും 3 വിൻഡോസ് ഉണ്ട്. ഇവിടെ ആയിട്ട് ചെറിയൊരു സ്റ്റഡി ടേബിൾ ഫെസിലിറ്റി കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് പോകുന്നത് നമ്മുടെ ബാൽക്കണി സ്പേസിലേക്കാണ്. നമുക്ക് ബാക്കിയുള്ള റൂമും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ബാൽക്കണി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഇതിന്റെ ഒരു റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സ്റ്റെപ്പ് കയറി വന്ന സമയം തുടങ്ങി മുകളിലത്തെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഒരുപാട് വാരി വലിച്ചൊന്നും അല്ലാതെ ആവശ്യത്തിന് മാത്രം ചെറിയ ചെറിയ ഭംഗിയുള്ള കളേഴ്സ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇതിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. കയറി വരുന്ന ആ സ്റ്റെപ്പിന്റെ മുകളിൽ തുടങ്ങി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ വരെ ആ വർക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു വരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ അപ്പർ ഗസ്റ്റ് ലിവിംഗ് സ്പേസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെയാണ് നമുക്ക് TV ഒക്കെ വെക്കാനുള്ള ആ പവർ പോയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊരു ചെറിയ യൂണിറ്റ് കൂടി നമ്മുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് നല്ല സ്പേസ് നമുക്ക് ഇവിടെ ഇങ്ങനെ നീണ്ടു നിവർന്നാണ് ഈ ഒരു ഹാളിൽ കിട്ടുന്നത്. നമ്മൾ ഇവിടെ താഴെ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. നമുക്കിനി ഇവിടെ മുകളിലും കൂടെ 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ഞാൻ നിൽക്കുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഡോർ ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു ബെഡ്റൂമിന്റെ ഡോറാണ്. ഇവിടുത്തെ എല്ലാ റൂമുകളും എല്ലാ ബെഡ്റൂമുകളും 4 എണ്ണവും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അവർ വാർഡ്രോബുകൾക്കായിട്ട് അധികം സ്പേസ് കളഞ്ഞിട്ടില്ല. അകത്തേക്ക് തള്ളിയിട്ടാണ് ഇവിടെയും വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. സെയിം മെറ്റീരിയൽ തന്നെയാണ് അതിനും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. ഇതിന്റെ ഒരു റൂഫിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ തന്നെ ഹെവി ആയിട്ടുള്ള വർക്കുകളാണ് റൂഫിലും കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിന്റെ ഡോറിന്റെ ഒരു മോഡലൊക്കെ വരുന്നത് ഏകദേശം ഇങ്ങനെയൊക്കെയാണ്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുമ്പോൾ കാണാവുന്നത് വുഡൻ ഫിനിഷോട് കൂടിയ ഒരു ഫ്ലോറും ഏകദേശം ഒരു ലൈറ്റ് ടീ കളറുള്ളൊരു ഷെയ്ഡാണ് വോളിനൊക്കെ കൊടുത്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളും തന്നെ താഴേക്ക് ഒരു പടി ഇറക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എത്ര വെള്ളം നമ്മൾ ബക്കറ്റിലൊക്കെ കുത്തി ഒഴിച്ചാലും പുറത്തേക്ക് വരില്ല എന്നുള്ളൊരു ഗുണമാണ് ഇങ്ങനെയുള്ള ബാത്റൂംസിൽ നമുക്ക് കിട്ടുന്നത്.
ആ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്ത് നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു ഡോറ് കാണാം. അത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഡോറാണ്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈലാണ് ഈ ഒരു ഭാഗത്തൊക്കെ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു വുഡൻ ഫിനിഷ് തോന്നുന്ന ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ സ്റ്റെപ്പ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ഈ കാണുന്ന സ്റ്റെയർ കേസ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ഇവിടെയാണ് നമ്മളുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഫിറ്റിംഗ്സും പൈപ്പ് കണക്ഷൻസും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി മുകളിൽ എത്തുന്നത് വരെയുള്ള റൂഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് കാണാനില്ല. നമ്മൾ ഇവിടുത്തെ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം. ആസ് യൂഷ്വൽ നമ്മൾ കണ്ട ബെഡ്റൂമുകളെ പോലെയൊക്കെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് 3 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയും 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർഫുൾ ഡിസൈൻസ് ഒക്കെ വരുന്ന രീതിയിലാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറുകളൊക്കെ തന്നെ സെയിം പാറ്റേണിലാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടൈൽ നിങ്ങൾക്ക് നോക്കിയാലും കാണാം, നമ്മൾ നേരത്തെ ഒക്കെ കണ്ട ബാത്റൂമിന്റെ സെയിം കളർ കോമ്പിനേഷൻസ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിലത്തെ 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് മാത്രമാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് ആ ഒരു സ്റ്റഡി ടേബിളൊക്കെ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനടുത്തായിട്ടുള്ള ഈ ഒരു ഡോറാണ് നമുക്ക് ബാൽക്കണിയിലേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യത്തിന് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മുകളിൽ നിന്നുള്ള ആ പില്ലറിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകളോട് കൂടി ഒരു പില്ലറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഇട്ടിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഉള്ളിലെല്ലാം തന്നെ ടഫിന്റെ ഗ്ലാസ് ഇട്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, ഭംഗിയായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ലൈറ്റുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ താഴെ നിൽക്കുന്ന സമയത്ത് വരെ നമുക്ക് ഈ കാണുന്ന ലൈറ്റുകളെല്ലാം വിസിബിൾ ആണ്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ചുറ്റിനും ഓപ്പോസിറ്റും ഒക്കെ നിറയെ വില്ലകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വില്ലകൾ, ഏകദേശം 24 പ്ലോട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്തെല്ലാം വീടുകളാണ്. ഏകദേശം 24ഓളം വില്ലകളുള്ള ഒരു പ്രൊജക്റ്റാണിത്. പ്രത്യേകിച്ച് കിഴക്കമ്പലം 2020 ഒരു വീട് ഈ ഒരു റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഒരു റേറ്റിലെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആവശ്യക്കാരുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ വീട് പർച്ചേസ് ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതിന്റെ ബാക്കിയുള്ള പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് പരിചയപ്പെട്ട ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം 2020 പഞ്ചായത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പം ഏകദേശം 24ഓളം വില്ലകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടെ നിന്നിട്ട് കാക്കനാട് ഇൻഫോ പാർക്ക്, അതുപോലെ തന്നെ കളക്ടറേറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ വെറും 12 കിലോമീറ്ററും ലുലു മാളിലേക്ക് 15ഉം എയർപോർട്ടിലേക്ക് 20 കിലോമീറ്റേഴ്സുമാണ് ദൂരം വരുന്നത്. ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത് 4.25 സെന്റ് ലാൻഡിലാണ്. 4.25 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1900 ആണ്. 1900 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇതിന് താഴെ നമുക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഈ കാണുന്ന മനോഹരമായ വീടിന് ഇത്രയും സൗകര്യങ്ങളുള്ള ബസ് റൂട്ടിൽ നിന്നും വെറും 200 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 68 ലക്ഷം രൂപയാണ്. 68 lakhs എന്ന ഇതിന്റെ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.